വെൽക്കം ബാക്ക് ടു മിസ്റ്റർ K3. നമ്മളിന്ന് ഒരു ക്യാരറ്റ് ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ലീഫ് കട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ക്യാരറ്റ് സെലക്ട് ചെയ്ത് ലീഫിൻ്റെ ഔട്ടർ എഡ്ജ് ആ ഒരു ഷേപ്പിലേക്ക് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും, പക്ഷേ ഇത് തറോ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. എന്നിട്ട് അതിനെ നമ്മൾ ആ ലീഫിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് കേർവ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിൽ ഫോളോ ചെയ്യുന്ന പോലെ ഇത് നൈഫ് വെച്ചിട്ട് ഇത് കർവ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാം. വൺസ് നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഡിസൈനായിട്ട് മാറും. പിന്നെ ലീഫ് കട്ട് ചെയ്യാനായിട്ട് ക്യാരറ്റിനേക്കാളും കുറച്ചുകൂടി എളുപ്പം ചേമ്പാണ്. അപ്പം അഗ്രഭാഗം കൂർത്ത ഒരു ചേമ്പ്, ചെറിയൊരു ചേമ്പ് എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടും. പിന്നെ അതിൻ്റെ എഡ്ജസ് മാത്രം നമ്മളിങ്ങനെ കർവ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ചേമ്പ് അങ്ങനെ ആ ഒരു ഷേപ്പിൽ എപ്പോഴും നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ക്യാരറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഈസി മെത്തേഡ് തന്നെയാണ്. ആ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ നൈഫ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ രണ്ട് സൈഡും ആ ലീഫിൻ്റെ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതിൻ്റെ അഗ്രഭാഗത്തുള്ള ആ കട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ബോട്ടത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം. ബോട്ടത്തിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ കട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യാം. രണ്ട് സൈഡിലും ഇതേ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് കട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ, രണ്ട് സൈഡിലും നിങ്ങളത് ചെയ്യാം. ഈക്വൽ ഡിസ്റ്റൻസിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വൃത്തിയുള്ളൊരു ലീഫ് ഡിസൈനായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത് ഫോളോ ചെയ്യാം. അതിനുശേഷം നമ്മളതിനെ സെൻറ്ററിൽ പാർട്ടീഷൻ ചെയ്യുക. സെൻറ്ററിൽ മുറിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലേക്കും തിരിഞ്ഞിരിക്കുന്ന രണ്ട് ലീവ്സായിട്ട് അതിന് കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് മനോഹരമായിട്ടുള്ള രണ്ട് ലീവ്സ് കിട്ടും. ഇനി നമ്മൾ ആ ലീവ്സിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള വെയിൻസ് പോലത്തെ പോർഷൻസ് കട്ട് ചെയ്യാണ്. വളരെ ക്ഷമയോട് കൂടിയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്യാതെ കുറച്ച് ബെൻഡായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ലീവ്സായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ രണ്ട് ലീവ്സിലും ഇങ്ങനെ കുറച്ച് താഴേക്ക് ബെൻഡ് ചെയ്യുന്ന രീതിയിൽ ഈ വെയിൻസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പേപ്പർ നൈഫ് യൂസ് ചെയ്തിട്ട് വളരെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ പേപ്പർ നൈഫ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ കൈയൊന്നും മുറിയാതെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ LP സെക്ഷനിലെ കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമ്മളത് ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പേപ്പർ നൈഫ് വെച്ച് തന്നെ കട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ രണ്ട് ലീഫിലും ഇങ്ങനത്തെ വെയിൻസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു ലീഫായിട്ട് നമുക്ക് കിട്ടും. ഇത് പിന്നെ നമുക്ക് പെയിൻറ്റിൽ മുക്കിയിട്ട് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്.